വാൽമീകി രാമായണം രചിച്ചത് വയനാട്ടിലാണെന്ന് വിശ്വസിക്കുന്ന രാമഭക്തരുണ്ട്. ഇവരുടെ വിശ്വാസത്തിന് കരുത്തു പകരുന്ന ഇടമാണ് വയനാട് പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി ആശ്രമം. സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത് ഈ ആശ്രമത്തിൽ വെച്ചാണെന്നും പുൽപ്പള്ളിയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. കൽപ്പറ്റയിൽ നിന്നും 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുൽപ്പള്ളിയിലെ വാൽമീകി ആശ്രമത്തിലെത്താം. ഈ ആശ്രമത്തിൻ്റെ പ്രാധാന്യം വാൽമീകി ആശ്രമമാണ്. സീതാദേവിനെ ഉപേക്ഷിക്കപ്പെട്ടു വന്ന സ്ഥലം ഇവിടെയാണ്. സീതാദേവി പ്രസവിച്ച സ്ഥലവും ഇവിടെയാണ്. അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. സീതാദേവി വാൽമീകി ആശ്രമത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും അവിടുന്ന് വാൽമീകി ആശ്രമത്തിൽ വന്നു കൂടി ഇവിടുന്ന് ലവകുശന്മാരെ പ്രസവിക്കുകയും അവരെ വളർത്തിയതൊക്കെ ഇവിടുന്നാണ്. പിന്നെ വാൽമീകി തപസ്സിരുന്ന സ്ഥലം നമുക്ക് കുറച്ച് താഴെയാണ്. പിന്നെ ലവകുശന്മാർക്ക് ആദ്യാക്ഷരം കൊടുത്ത സ്ഥലം എഴുതിച്ചതും രാമായണം എഴുതപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ആശ്രമത്തിൽ നിന്നും 100 മീറ്റർ അകലെ വാൽമീകി തപസ്സു ചെയ്ത ഇടം ഒരു അത്ഭുത കാഴ്ചയാണ്. വാൽമീകി മഹർഷി രാമായണം എഴുതിയതും ലവകുശന്മാർക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുത്തതും രാമായണ കഥ വാൽമീകി ലവകുശന്മാരെ പഠിപ്പിച്ചതും ഒക്കെ പെടുന്ന സ്ഥലവും വാൽമീകി തപസ്സിരുന്ന സ്ഥലവുമാണ് ഈ മുനിപ്പാറ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. വാൽമീകി തപസ്സു ചെയ്ത പാറയ്ക്ക് സമീപം ഇന്നും വാൽമീകമുണ്ട്. വാൽമീകി എന്ന് പേര് വന്നത് വാൽമീകത്തിൽ നിന്നുണ്ട്. മഹർഷി ധ്യാനിക്കാൻ വാൽമീകി വന്ന് മൂടിപ്പോയായിരുന്നു. അപ്പോൾ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടാണ് വാൽമീകി എന്ന് പേര് വന്നത്. അതാണ് ഒരു വാൽമീകമാണത്. ഇവിടെ എല്ലായിടത്തും വാൽമീകം പല സ്ഥലത്തും ഉണ്ട്. അതിലൊരു വാൽമീകമാണ് ഇതിൻ്റെ ഒരു അവശിഷ്ടമാണ് ഉള്ളത്. അതോടൊപ്പം മുനിപ്പാറയ്ക്ക് സമീപം ഒരാൾ പൊക്കത്തിലുള്ള വാൽമീകം ഭക്തർക്ക് പുത്തൻ അനുഭവമാണ്. എനിക്ക് പുറകിൽ കാണുന്നത് ഒരു വാൽമീകമാണ്. ഇനി നമ്മുടെ ഈ നാട്ടിൽ പുറ്റെന്ന് പറയും. വാൽമീകി മഹർഷി തപസ്സിരുന്ന് മൂടിയെന്ന് പറയുന്നത് ഇതുപോലെയുള്ള പുറ്റാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനൊരു മാതൃകയാണ്. എല്ലാവർക്കും സംശയം ഉണ്ടാകും, വാൽമീകി എന്ന മഹർഷി ഒരു മനുഷ്യനെ മൂടുന്ന പോലെ പുറ്റുണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അത് ഇല്ല, ഒരാളിലേക്കാൾ ഉയരത്തിൽ ഇവിടെ വാൽമീകം ഉണ്ടാകും. അതും പുൽപ്പള്ളിയുടെ പ്രത്യേകതയാണ്. പുൽപ്പള്ളി പല ഭാഗത്തും വാൽമീകമുണ്ട്. രാമായണത്തിന്റെ ഭാഗമായ ആശ്രമവും മുനിപ്പാറയും കാണുവാൻ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ജനങ്ങളും ഇവിടേക്ക് എത്താറുണ്ട്. ജനം, വയനാട്.